ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ സോളിന്റെ മെസ്സേജസ് എന്താണ് നിങ്ങളോടുള്ള ഒരു മെസ്സേജ് അവരുടെ സോൾ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് അറിയിക്കാൻ ആയിട്ട് സാധിക്കും. ഫോർ ഓഫ് കപ്സ് ആൻഡ് ഫൈവ് ഓഫ് കപ്സ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ കാണുന്നവരിൽ പലർക്കും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. അതിൽ ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ 1 ഇയറോ അതിന് മേലെയോ അല്ലെങ്കിൽ ഒരു 6 മന്ത്സിന് മേലെ ആയിട്ടൊക്കെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരും ഇതിൽ കാണുന്നുണ്ട് ഞാൻ. ആ ഒരു വ്യക്തി നിങ്ങളെ വേണ്ട, ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച് പോയ ആ ഒരു നിമിഷത്തെ അവർ ഹാപ്പി ആയിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ഇങ്ങനെ നിങ്ങളെ വളരെയധികം ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട്. കാരണം നിങ്ങളായിരുന്നു ആ ഒരു വ്യക്തിക്ക് എല്ലാം കൊടുത്തിരുന്നത്. ഒരു ഹാപ്പിനെസ് എന്താണെന്നും കെയർ എന്താണെന്നും ആ ഒരു എന്താ പറയുക, നിങ്ങൾ കൂടെയുള്ള ആ ഒരു കുട്ടിക്കളികൾ എല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വ്യക്തി ആ സമയത്ത് നിങ്ങളെ ഇട്ടിട്ട് പോയ സമയത്ത് അല്ല, ഈ ഒരു വേണ്ട എന്ന് പറഞ്ഞു പോയ സമയത്തേക്കെല്ലാം ആ ഒരു വ്യക്തിക്ക് ഒരു സങ്കടങ്ങളുള്ളതായിട്ടൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വ്യക്തി ഒരു ഹാപ്പി ആയിട്ടായിരുന്നു ആ കിട്ടിയ ലൈഫിൽ. അല്ലെങ്കിൽ നിങ്ങളും വിട്ടിട്ട് കളഞ്ഞിട്ട് പോയിട്ട് വേറൊരു ലൈഫിലേക്ക് തിരിഞ്ഞപ്പോൾ അതിൽ അയാൾ ഹാപ്പി ആയിരുന്നു ആദ്യത്തെ കാലഘട്ടങ്ങളിലെല്ലാം. ബട്ട് ഇപ്പോൾ അയാളുടെ സോള് നിങ്ങളെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. വളരെ കറക്റ്റായിട്ട് തന്നെ എന്തൊക്കെയോ ആ ഒരു സോളിന് വളരെയധികം ബോറിങ്ങും ഒരു മിസ്സിങ്ങും. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന കുറെയെല്ലാം അച്ചീവ്മെന്റ്സ്, കാര്യങ്ങൾ, സക്സസ് ഇപ്പോൾ ആ ഒരു അയാളുടെ ലൈഫിൽ കാണുന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അയാളുടെ സോള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അയാൾ. ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് അയാൾക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെ കൂടി ഉണ്ടായിരുന്ന ആ ഒരു എല്ലാത്തിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇത് കാണുന്നില്ല എന്നതാണ്. ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തീരെ ഇല്ലാത്ത പോലെയൊക്കെ നമുക്കിതിൽ കാണാം. കാരണം ഇവിടെ ഫോർ ഓഫ് കപ്സിൽ ഒരു കപ്പ് ഓഫർ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തി ഇൻട്രസ്റ്റ് ഇല്ലാതെ എനിക്ക് എന്ത് തന്നെ നല്ലതാണെങ്കിലും എനിക്കത് വേണ്ട. കാരണം ആ ഒരു വ്യക്തി കൂടെ ഇല്ലാത്തപ്പോൾ എന്തോ ഒരു അവരുടെ പാതി ഇല്ലാത്ത ഒരു ഫീലിങ്സും സോളിന് ഒരു മിസ്സിങ് അവർക്ക് തന്നെ ചിലപ്പോൾ ചില സോളുകൾക്ക് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ജാതി മിസ്സിങ്, ഒരു വല്ലാത്തൊരു അവസ്ഥ തോന്നുന്നത്. അത് മാത്രമല്ല, ഇത് കാണുന്ന പലർക്കും ഒരുപാട് സൈനുകൾ നിങ്ങൾക്കും കിട്ടുന്നുണ്ടായിരിക്കാം. അവരുടെ സോള് നിങ്ങളെ സെർച്ച് ചെയ്യുന്നതിനുള്ള സൈനുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ലൈക്ക് നിങ്ങളുടെ കണ്ണ് ഒന്ന് ജസ്റ്റ് തുടിക്കുക, അല്ലെങ്കിൽ വെള്ളം ഭക്ഷണം കഴിക്കുമ്പോൾ ജസ്റ്റ് ഇറങ്ങാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നമ്മളെല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതാണ്. ബട്ട് അങ്ങനൊരു നമുക്ക് ഭക്ഷണം ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. ബട്ട് ചില ടൈമുകളിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുക, തൊണ്ടയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ കണ്ണ്, ലേഡീസിനാണെങ്കിൽ ഇടത് കണ്ണ്, അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ വലത് കണ്ണ് ജസ്റ്റ് തുടിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ പേരുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു വ്യക്തിയുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഓർമ്മപ്പെടുത്തുകൾ, ചില ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ വേറെ വ്യക്തികളിലോ അങ്ങനെ പലതുമായിട്ട് കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ കുറേ സൈനുകൾ അവരുടെ സോള് നിങ്ങളെ എന്താ പറയുക, അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. ചില സോളുകൾക്ക് അറിയുന്നുണ്ടാവില്ല ആ ഒരു സോളിന് മിസ്സിങ് എന്തുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ആ നിങ്ങളുമായിട്ടുള്ള സോളിൽ കണക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കും ഒരു ഫീലിങ്സ് അവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ചില പ്രേക്ഷകർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാകും ആ ഒരു തിരിച്ചു വരുന്നുണ്ട് ഒരു തോന്നലൊക്കെ. അല്ലെങ്കിൽ ഡ്രീം കാണാം, ആ ഒരു വ്യക്തിയെ ഡ്രീമിൽ പലപ്പോഴായിട്ട് കാണാം എന്നുള്ള സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവുന്നുണ്ടാവാം. കാരണം അവരുടെ സോള് ഇപ്പോൾ നിങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ആ ഒരു സമയത്ത് നോ കോണ്ടാക്റ്റിലേക്ക് പോയി എന്നുണ്ടെങ്കിലും ഇപ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക് അന്നുണ്ടായിരുന്ന പോലത്തെ ഒരു ഹാപ്പിനെസ്സോ സന്തോഷമോ അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സോ അവരെ കരിയർ വൈസ് ആയാലും ഒരുപാട് ലോസിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പോകാൻ സാധ്യതയുള്ളതായിട്ടുള്ളൊരു ഫ്യൂച്ചറും അവർക്ക് ഇപ്പോഴത്തേക്ക് കാണുന്നുണ്ട്. എന്തൊക്കെ ഓഫറുകൾ അവിടെ ഫൈവ് ഓഫ് കപ്സ് ഇവിടെ കാണുന്നിട്ടുണ്ട്. എന്തൊക്കെ ഓഫറുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് അതൊന്നും സ്വീകരിക്കാനുള്ള മനസ്സ് അവിടെ കാണുന്നില്ല. ആ ഒരു വ്യക്തിക്ക് എന്താ പറയാ, നല്ല നല്ല കാര്യങ്ങളിൽ ഓഫർ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയായിട്ട് അവിടെ കാണുന്നില്ല. അത് മാത്രമല്ല, ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. കാരണം ആ ഒരു വ്യക്തി
വ്യക്തിയുടെ മനസ്സിൽ എന്താ പറയുക ചിന്തിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ ഇനി ആ ഒരു ഇതിലേക്ക് തിരിച്ചു പോകും. കാരണം അത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ബോധ്യമാവുന്നുണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്. വളരെയധികം കുറ്റബോധത്തോടെ ദാ ഇവിടെ ആള് നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ആ ഒരു തിരിച്ചെങ്ങനെ അങ്ങോട്ട് പോകും. ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് എൻ്റെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് ചിന്തകൾ ഈ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണാം. അതുമാത്രമല്ല, വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന നിങ്ങളുടെ ഒരു കാലഘട്ടം അവിടെ എൻഡ് ആയിരിക്കുന്നതാണ്, എൻഡ് ആവുകയാണ് ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ. കുറേ പേർക്ക് റീയൂണിയനും ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു 60% ആളുകൾക്ക് ഒരു റീയൂണിയൻ ഇവിടെ ഒരു മേ ബി ഒരു ന്യൂ ബിഗിനിങ്, ചിലവർക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ അവിടെ എൻഡ് ആകുന്നതൊക്കെ ആയിട്ടൊന്നും ഇവിടെ കാണുന്നുണ്ട് ഈ വീൽ ഓഫ് ഫോർച്യൂണ്. ഇവിടെ ഒരു പേഴ്സണൽ മീൻസ് നിങ്ങളൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു 80% ആളുകൾക്ക് ഇത് റീസണേറ്റ് ആവുള്ളൂ. ആരുടെ എനർജീസ് ആണ്, ആരുടെ ഫീലിങ്സ് ആണ് ഇവിടെ മൂവറായിട്ട് നിൽക്കുന്നത്, അവരുടെ എനർജീസ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവാം. നിങ്ങൾ ഒന്നുകൂടി എടുത്തു പറഞ്ഞതാണ്. അപ്പൊ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കാർമിക് ആയിട്ടുള്ള സൈക്കിൾ എൻഡ് ആവുകയാണ്. ഇനി ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഉണ്ട്. ഇവിടെ ഡെവിൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്ന പോലത്തെ എഫെക്ഷൻ, ഫീലിങ്സ് എല്ലാമായിട്ട് തിരിച്ച് മനസ്സിൽ നിന്ന് ഇങ്ങനെ കുത്തി പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂണിവേഴ്സ് അവരുടെ സോളിന് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് കൊടുക്കുന്നുണ്ട്. ബട്ട് ആ ഒരു പേഴ്സൺ തിരിച്ചു വരാനായിട്ട് ഒരു അമാന്തം കാണുന്നുണ്ട്, ഒരു പേടി, കാരണം ഒരു കുറ്റബോധം എല്ലാം ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെ ഞാൻ തിരിച്ചു വരും, കാരണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെ കൂടിയിട്ട് കടന്നു പോയിട്ടുള്ളൊരു കാര്യമായിരുന്നു, വേണ്ടാന്ന് വെച്ച് പോയതായിരുന്നു, എങ്ങനെ ഞാൻ ഇനി തിരിച്ചു വരുന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. മേ ബി ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു കോളിനോ മെസ്സേജിനോ എന്തെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. കാരണം എല്ലാ കൊണ്ടൊരു കുറ്റബോധമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക്. ഭയങ്കരമായിട്ടൊരു ഡബിൾ കാർഡ് കിട്ടിയത് കൊണ്ട് ഭയങ്കരമായിട്ടൊരു എഫെക്ഷൻ ആയിട്ട് അഡിക്ഷൻ ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ആ ഒരു പേഴ്സന്റെ മനസ്സിൽ. ക്ലിയർ കട്ടായിട്ട് തന്നെ പറയാം. നമുക്കിനി ജസ്റ്റ് യൂണിവേഴ്സൽ മെസ്സേജ് മീൻസ് റൊമാൻസ് ഏഞ്ചൽസിന്റെ കൂടി മെസ്സേജ് എടുക്കാം. അവരുടെ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി എടുക്കാം. അതായത് നിങ്ങളെന്ന വ്യക്തി, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ മേ ബി ഒരുപാട് പ്രയറുകൾ അമ്പലത്തിൽ പോയും പള്ളിയിൽ പോയിട്ടൊക്കെ എന്താ പറയുക പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിസ്കാരം, ഭയങ്കര അങ്ങനത്തെ കുറെ ഒരു മാനിഫെസ്റ്റേഷൻ, പ്രയർ, അഫർമേഷൻ ഒക്കെ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്കുള്ള അട്രാക്ഷൻ ആ ഒരു പേഴ്സണ് കൂടി കൂടി വരുന്നതായിട്ട് തന്നെ ഇവിടെ കാണാം. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിന്റെ ഒക്കെ റിസൾട്ട് കിട്ടി തുടങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം. അതുകൊണ്ട് ആ ഒരു സോള് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സോളിനെ തിരിഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അതിന്റെ കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പ്രയറിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കാം. ചിലവരുടെ ലെറ്റ് ഗോ ചെയ്ത് യൂണിവേഴ്സിന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ ഫലം ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ കറന്റ്ലി അയാളുടെ ഒരു കറന്റ് ഫേസ് അല്ലെങ്കിൽ കറന്റ് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു കാർഡ്സിലൂടെ. ഓക്കെ, എംബ്രാസ്ഡ്, അതായത് എന്തോ ആ ഒരു പേഴ്സണ് ഒരുമാതിരി ലജ്ജ തോന്നുന്നുണ്ട്. കാരണം ആ ഒരു പേഴ്സൺ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ആ ഇട്ടിട്ടുള്ള സിറ്റുവേഷൻ അങ്ങനത്തെ ആയിരിക്കും, വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയിട്ടുള്ള സിറ്റുവേഷനും നല്ലൊരു കരിയർ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്തു പോയ വ്യക്തികളായിരിക്കാം. ആ ഒരു അപ്പൊ നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ടാവും, കാല് പിടിച്ചിട്ടുണ്ടാവും, ഒരുപാട് കരഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും, സോറി പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അന്ന് മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു പേഴ്സൺ ലജ്ജിക്കുന്നുണ്ട് ആ ഒരു കാര്യം ആലോചിച്ചിട്ടെന്നാണ് നമുക്കിവിടെ കറക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,